മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ബഡ്ജറ്റാണ്. അപ്പോൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ക്യാഷ് ബഡ്ജറ്റ് പോലെ തന്നെ അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ബഡ്ജറ്റിംഗ് ആണ്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫിക്സഡും വേരിയബിളും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാനും അത് കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യാനുമാണ്. ഫിക്സഡ് ആൻഡ് വേരിയബിൾ അലോക്കേറ്റ് ചെയ്യാൻ വളരെ വളരെ സിമ്പിളാണ്. കുട്ടികളെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ നമ്മളൊരു 10-15 മിനിറ്റ് അതിനു വേണ്ടി എന്ത് ചെയ്യണം, അത് പഠിക്കാൻ വേണ്ടി ആദ്യത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതിന് വേണ്ടി 10-15 മിനിറ്റ് ചിലവാക്കി കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പിന്നെ വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷെ അതിൽ എന്താണ് ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ 1-2 ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് മാത്രം ആവില്ല. നമുക്കിനി അതിൽ വ്യത്യാസമുള്ള ഇപ്പോൾ പെർ യൂണിറ്റ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പെർ യൂണിറ്റ് വെച്ച് പെർ യൂണിറ്റ് കോളം കൂടി ഉൾപ്പെടുത്തി ചെയ്യേണ്ടതുണ്ടോ, എന്തുകൊണ്ടാണ് പെർ യൂണിറ്റ് കൂടി ഉൾപ്പെടുത്തി ചെയ്യേണ്ടത് ഒരു സന്ദർഭം വരുന്നത് എന്തുകൊണ്ടാണ്, അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഇന്നും ഒരു പ്രോബ്ലം ചെയ്തിട്ടാണ് നമുക്ക് തുടങ്ങാൻ പറ്റുന്നത്. അപ്പോൾ പ്രോബ്ലം വായിക്കാം, ഏതാണ് ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 411 11th ക്വസ്റ്റ്യനാണ്. ഇല്ലസ്ട്രേഷൻ 11 ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. A company is currently working at a 50% capacity and produces 10,000 units. ഇപ്പോൾ 50% കപ്പാസിറ്റിയിൽ 10,000 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ടോട്ടൽ കപ്പാസിറ്റിയിൽ എത്ര യൂണിറ്റ് ആവും? 20,000 യൂണിറ്റ് ആവും. 50% 10,000 ആണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഗ്രോസപ്പ് ഒന്നും ചെയ്യാതെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. എന്താ കാരണം? 50% കപ്പാസിറ്റി 10,000 യൂണിറ്റ് ആണെങ്കിൽ 100% എത്രയാണ്? 20,000 യൂണിറ്റ് ആണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: പ്രിപ്പയർ എ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ആൻഡ് എസ്റ്റിമേറ്റ് ദ പ്രോഫിറ്റ്സ് ഓഫ് ദ കമ്പനി വെൻ ഇറ്റ് വർക്ക്സ് അറ്റ് എ 60% ആൻഡ് 80% കപ്പാസിറ്റി. നമ്മൾ എന്ത് ചെയ്യണം? ഈ കമ്പനിയുടെ 60% കപ്പാസിറ്റിയിൽ എത്രയാണ് കോസ്റ്റ് എന്നും എത്രയാണ് പ്രോഫിറ്റ് എന്നും കണക്കാക്കണം. 60%ലും 80%ലും. ഇനി അടുത്ത പാരഗ്രാഫായിട്ട് അറ്റ് 50% കപ്പാസിറ്റി ദ പ്രോഡക്റ്റ് കോസ്റ്റ് ₹90 പെർ യൂണിറ്റ്. 50% കപ്പാസിറ്റിയിൽ 90 രൂപയാണ് കോസ്റ്റ് വരുന്നത്. ആൻഡ് ഈസ് സോൾഡ് അറ്റ് 100 പെർ യൂണിറ്റ്. ദ യൂണിറ്റ് കോസ്റ്റ് ഓഫ് ₹90 ഈസ് മെയ്ഡ് അപ്പ് ആസ് ഫോളോസ്. 90 രൂപ വരുന്നതിന് അതിൻ്റെ താഴെ അതിൻ്റെ എക്സ്പ്ലനേഷൻ വന്നിരിക്കുന്നു. 90 രൂപ എങ്ങനെയാണ് വരുന്നത്? റോ മെറ്റീരിയൽ 50 രൂപ, ലേബർ 15 റുപ്പീസ്, ഫാക്ടറി എക്സ്പെൻസസ് 15 ബ്രാക്കറ്റിൽ 40% ഫിക്സഡ്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 10 ബ്രാക്കറ്റിൽ 50%. അപ്പോൾ ഈ ഫിക്സഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ഇപ്പോഴത്തെ കപ്പാസിറ്റിയിൽ എത്രയാണെന്ന് നോക്കണം കേട്ടോ. ഇത് 50% കപ്പാസിറ്റിയിലാണ്, ഇത് 40% ഫിക്സഡ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. എല്ലാത്തിലും പെർസെൻറ്റേജ് സെയിം ആയിരിക്കും. ഞാൻ എമൗണ്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെയാണ് 90 രൂപ വരുന്നത്. അറ്റ് 60% കപ്പാസിറ്റി ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് റോ മെറ്റീരിയൽ കോസ്റ്റ് വിൽ ഇൻക്രീസ് ബൈ 2%. റോ മെറ്റീരിയൽ കോസ്റ്റ് 2% ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് സെല്ലിംഗ് പ്രൈസ് വിൽ ഡിക്രീസ് ബൈ 2%. സെല്ലിംഗ് പ്രൈസ് 2% കുറയുന്നു. അറ്റ് 80% കപ്പാസിറ്റി റോ മെറ്റീരിയൽ കോസ്റ്റ് വിൽ ഇൻക്രീസ് ബൈ 5% ആൻഡ് സെല്ലിംഗ് പ്രൈസ് വിൽ ഡിക്രീസ് ബൈ 5%. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ പെർ യൂണിറ്റ് വെച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഓരോ കപ്പാസിറ്റി ലെവലിലും ടോട്ടൽ കോളും ഒരു പെർ യൂണിറ്റ് കോളും വേണം. മാത്രമല്ല ഇതിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ 60% കപ്പാസിറ്റിയിൽ റോ മെറ്റീരിയൽ കോസ്റ്റ് 2% ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, സെല്ലിംഗ് പ്രൈസ് 2% ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 80% കപ്പാസിറ്റിയിൽ റോ മെറ്റീരിയൽ കോസ്റ്റ് 5% ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, സെല്ലിംഗ് പ്രൈസ് 5% ഡിക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ കുറവുകളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഏത് കപ്പാസിറ്റിയിലാണ് അല്ലെങ്കിൽ ഓരോ കപ്പാസിറ്റിയിലും പ്രോഫിറ്റ് എത്രയാണ്, കോസ്റ്റ് എത്രയാണ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കിനി ഈ ക്വസ്റ്റ്യൻ ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം.
ഇവിടെ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് വരച്ച് വെച്ചിട്ടുണ്ട്. 50% കപ്പാസിറ്റി. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് 60% കപ്പാസിറ്റിയിലാണ് 50% കപ്പാസിറ്റിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. 60 അല്ല 50% കപ്പാസിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസും 50% കപ്പാസിറ്റിയിലാണ്. ദെൻ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് തന്നെ വേരിയസ് ലെവൽ ഓഫ് ആക്ടിവിറ്റിയിൽ പ്രിപ്പയർ ചെയ്യുന്ന കാരണം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഇനി 60%-ലും 80%-ലുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം. റോ മെറ്റീരിയലാണ്. മറ്റൊരു കാര്യം, റോ മെറ്റീരിയൽസിൻ്റെ റേറ്റ് ചേഞ്ച് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ റോ മെറ്റീരിയൽ, ഞാനിവിടെ റേറ്റ് പെർ യൂണിറ്റ് എഴുതണില്ല. കാരണം റോ മെറ്റീരിയലിൻ്റെ റേറ്റ് തന്നിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് 50 രൂപയാണ്. അപ്പോൾ ഇവിടെ പെർ യൂണിറ്റും ഉണ്ട്, ടോട്ടലും ഉണ്ട്. അപ്പോൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലത്തിൽ പെർ യൂണിറ്റ് കോളം നമ്മൾ ചെയ്തിട്ടില്ല. ആ പെർ യൂണിറ്റ് കോളം എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൻ്റെ ഒരു അവശ്യ ഘടകമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ഇത്തരം ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിട്ടുള്ളത് പെർ യൂണിറ്റ് ആണ് തന്നിട്ടുള്ളത്. അതായത് 50% കപ്പാസിറ്റിയുടെ പെർ യൂണിറ്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പെർ യൂണിറ്റ് എന്നുള്ള കോളം ഉൾക്കൊള്ളിച്ചിട്ട് മാത്രമാണ് നമുക്ക് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൽ തെറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവിടെ 50 രൂപയാണ് പെർ യൂണിറ്റ്. അപ്പോൾ ടോട്ടലിൽ 5 lakh ആണ്. 10,000 യൂണിറ്റ്സ് ആണല്ലോ. 5 lakh. ഇനി 60% കപ്പാസിറ്റിയിൽ അവിടെ റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റിൽ ഒരു 2% ഇൻക്രീസ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ 60%-ൽ സെല്ലിംഗ് പ്രൈസിൽ ഒരു 2% ഡിക്രീസും പറയുന്നുണ്ട്. അപ്പോൾ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് 60%-ൽ 2% ഇൻക്രീസ് എന്ന് പറയുമ്പോൾ 50 രൂപയുടെ 2% എന്ന് പറയുമ്പോൾ 1 രൂപ. അപ്പോൾ അവിടെ പെർ യൂണിറ്റ് എഴുതുമ്പോൾ 51 രൂപയാണ് നമുക്ക് എഴുതുന്നത്. 51 രൂപ. ഇനി 51 രൂപയെ 12,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ടോട്ടൽ എഴുതാം 6,12,000. 6,12,000. ഇനി അവിടെ അടുത്തത് 80% കപ്പാസിറ്റിയിൽ ഇതേപോലെ തന്നെ 60%-ൽ പറഞ്ഞ പോലെ തന്നെ റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ഒരു 5% ഇൻക്രീസ് ചെയ്യുന്നു. അതേപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് 5% ഡിക്രീസ് ചെയ്യും. ഒരേ റേഷ്യോയിലാണ്, ഒന്ന് ഇൻക്രീസും ഒന്ന് ഡിക്രീസുമാണ്. അപ്പോൾ 50 രൂപയുടെ 5% എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് 2.5 രൂപയാണ്. അപ്പോൾ 52 രൂപ 50 പൈസ. 52 രൂപ 50 പൈസയാണ്. അത് നമ്മൾ 16,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8,40,000. 8,40,000. ഇതാണ് റോ മെറ്റീരിയലിൻ്റെ എമൗണ്ട്. അടുത്ത ലേബർ. ലേബറിന് നമുക്ക് തന്നിട്ടുള്ളത് 15 രൂപയാണ്, വേരിയബിളാണ്. അതിന് യാതൊരു ചേഞ്ചും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ വേരിയബിൾ എക്സ്പെൻസ് എഴുതുന്ന കുട്ടികളൊന്ന് ശ്രദ്ധിക്കുക. വേരിയബിൾ എക്സ്പെൻസ് ആദ്യം തന്നെ ഞാൻ പെർ യൂണിറ്റ് കോളത്തിൽ എഴുതി വയ്ക്കുന്നു. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുക? അപ്പോൾ വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ എന്താണ്, ഓരോ യൂണിറ്റിനനുസരിച്ചും വേരി ചെയ്യുന്നു. ഓരോ ആക്ടിവിറ്റി ലെവലിലും വേരിയബിൾ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എന്താണ് ഇൻക്രീസോ ഡിക്രീസോ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക? എല്ലാ കോളത്തിലും നേരിട്ട് എഴുതി വയ്ക്കുക. എവിടെ, ഏത് കോളത്തിൽ? പെർ യൂണിറ്റ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പെർ യൂണിറ്റ് കോളം ഫില്ല് ചെയ്യുക. എന്നിട്ട് ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് മുകളിൽ എഴുതിയിട്ടുണ്ട്. ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക, ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതുക, ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവിടെ എഴുതുക. അപ്പം ഞാൻ ഇങ്ങനെ പറയുന്നതിൻ്റെ ആവശ്യമുണ്ട്. കുട്ടികൾക്ക് ഇപ്പോൾ തോന്നും എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന്. ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിക്സഡ് എക്സ്പെൻസ് എഴുതുന്നതിന് വേറൊരു രീതിയുണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോയി അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തെറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ 15 രൂപ എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ കോളത്തിൽ 1 lakh 10,000 ആണല്ലോ, 1,50,000. രണ്ടാമത്തെ കോളത്തിൽ 1,80,000. മൂന്നാമത്തെ കോളത്തിൽ 2,40,000.
2,40,000. ഇത്രയായി കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഡയറക്റ്റ് എക്സ്പെൻസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക? കോളംസ് ടോട്ടൽ ചെയ്യുക. അപ്പോൾ ഇവിടെ 5, 5, 6, 5, 5, 6, 6,50,000. ഇവിടെ 6, 6, 0, 2, 9, 7,92,000. ഇവിടെ 50 പൈസ, 7 രൂപ, 67 രൂപ. ഇവിടെ 0, 0, 0, 10,80,000. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് പ്രൈം കോസ്റ്റ്. പ്രൈമറി ആയിട്ടുള്ള കോസ്റ്റാണ്. ഡയറക്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം ആഡ് ചെയ്ത് കിട്ടുന്ന കോസ്റ്റാണ്. അതിന് നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് വിളിക്കുന്നു. ഈ പ്രൈം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് കൂടി ആഡ് ഫാക്ടറി ഓവർഹെഡ്സ് അല്ലെങ്കിൽ ഫാക്ടറി എക്സ്പെൻസസ്, എന്തായാലും കുഴപ്പമില്ല. ഫാക്ടറി എക്സ്പെൻസസ് നമുക്ക് പറഞ്ഞിട്ടുള്ള കുട്ടികളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഫാക്ടറി എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ടുള്ളത് 15 രൂപയാണ്. 15 രൂപയിൽ 40% ഫിക്സഡും 60% വേരിയബിളാണ്. 40% ഫിക്സഡ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ തന്നെ എഴുതുന്നു ഫിക്സഡ്, സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 15 രൂപയുടെ 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 6 രൂപയാണ് അല്ലേ? അപ്പോൾ 6 രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ എഴുതാൻ പറ്റില്ല, അപ്പോൾ ഞാൻ താഴെ തന്നെ എഴുതുന്നുണ്ട്, എന്നാലും മനസ്സിലാവുള്ളൂ. ഫിക്സഡ് എന്ന് പറയുന്നത് 40% ആണ്, ഈസിക്കൽ ടു 6 പെർ യൂണിറ്റ്. 15 രൂപയുടെ 40% എന്ന് പറയുന്നത് 6 രൂപയാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഫിക്സഡ് റേറ്റ് കിട്ടണം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? നമുക്ക് തന്നിട്ടുള്ള കപ്പാസിറ്റി എത്രയാ? 10,000 ആണ്. ഇവിടെയാണ് ഈ കപ്പാസിറ്റിയിലാണ് 40% ഫിക്സഡ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ അവിടെ എത്ര കിട്ടി? 60,000 കിട്ടി. അപ്പോൾ ഫിക്സഡ് 40% ആണ്. എന്തിൻ്റെ 40% ആണ്? 15 രൂപ എന്ന് പറയുന്ന പെർ യൂണിറ്റിൻ്റെ 40% ആണ് ഫിക്സഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ 15 രൂപയുടെ 40% കണ്ടപ്പോൾ 6 രൂപ കിട്ടി. ഈ 6നെ നമ്മൾ ഇപ്പോഴത്തെ നമുക്ക് തന്നിട്ടുള്ള ലെവൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. തന്നിട്ടുള്ള ലെവൽ 50% കപ്പാസിറ്റിയാണ്, 10,000 യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്ക് 60,000 ആണ് ആൻസർ കിട്ടിയത്. ഈ 60,000 ഫിക്സഡ് ആണ്. അറ്റ് ഓൾ ലെവൽസ് ഓഫ് ആക്ടിവിറ്റി അത് ഫിക്സഡ് ആണ്. അതായത് 10,000 യൂണിറ്റ് ആയാലും 12,000 യൂണിറ്റ് ആയാലും 16,000 യൂണിറ്റ് ആയാലും എന്ത് തന്നെയാണ്? 60,000 രൂപയാണ് വരിക. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? ഫിക്സഡ് എഴുതുമ്പോൾ കുട്ടികൾ ആദ്യം എന്ത് ചെയ്യുക? ടോട്ടൽ കോളത്തിൽ എഴുതുക. 60,000 ലാസ്റ്റ് കോളത്തിൽ. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ കോളത്തിലാണ് എഴുതിയത്, പെർ യൂണിറ്റ് കോളത്തിലല്ല. അപ്പോൾ ഫിക്സഡ് ആണെങ്കിൽ ഫിക്സഡ് എമൗണ്ട് എവിടെ ആദ്യം ഫില്ല് ചെയ്യണം? ടോട്ടൽ കോളത്തിൽ ആദ്യം ഫില്ല് ചെയ്യണം. എന്നിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം പെർ യൂണിറ്റിൽ എഴുതാൻ അല്ലേ? അപ്പോൾ പെർ യൂണിറ്റിൽ എഴുതാൻ ഇവിടെ കുഴപ്പമില്ല. ഇവിടെ നമുക്ക് സെയിം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതിയിട്ടുള്ള. അപ്പോൾ 6 രൂപ ഇവിടെ എഴുതാം അല്ലേ? ഇവിടെ എന്ത് ചെയ്യണം? 60,000നെ 12,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? 60,000നെ 12,000 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 5 രൂപയാണ് കിട്ടിയത്. അവിടെ എന്ത് ചെയ്യണം? 60,000നെ 16,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം 3 രൂപ 75 പൈസയാണ് കിട്ടിയത്. അപ്പോൾ സെയിം കോസ്റ്റ് ആയതുകൊണ്ട് ഫിക്സഡ് കോസ്റ്റ് ആകുമ്പോൾ നമ്പർ ഓഫ് പ്രൊഡക്ഷൻ കൂടുന്തോറും കോസ്റ്റ് പെർ യൂണിറ്റ് കുറയും ഫിക്സഡ് ആകുമ്പോൾ കേട്ടോ. നമ്മുടെ കഴിഞ്ഞിട്ടില്ല, വേരിയബിൾ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? വേരിയബിൾ എത്രയാണ്? 60% ആണ്. അപ്പോൾ 15ൻ്റെ 6 രൂപയാണ് 40% എന്നുണ്ടെങ്കിൽ ബാക്കി എത്രയായിരിക്കും? 9 രൂപയായിരിക്കും അല്ലേ? അപ്പോൾ ഞാനിവിടെ 60% 9 പെർ യൂണിറ്റ് എന്നെഴുതി. 9 പെർ യൂണിറ്റ്. അപ്പോൾ പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് എവിടെ എഴുതണം? ആദ്യം പെർ യൂണിറ്റിൽ എഴുതണം. അപ്പോൾ ഞാനിവിടെ ആദ്യം 9 രൂപ
9 രൂപ എഴുതി വെച്ചു. ഇനി എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഇവിടെ 10,000 ആയതുകൊണ്ട് 90,000. രണ്ടാമത്തെ കോളത്തിൽ 1,08,000. മൂന്നാമത്തെ കോളത്തിൽ 1,44,000. 1,44,000. 1,44,000. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു പാഠം പഠിച്ചു. എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ആണെങ്കിൽ ടോട്ടൽ കോളത്തിൽ ആദ്യം എഴുതുക ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൽ, എന്നിട്ട് കപ്പാസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പെർ യൂണിറ്റിൽ എഴുതുക. വേരിയബിൾ ആണെങ്കിൽ പെർ യൂണിറ്റ് കോളത്തിൽ ആദ്യം എഴുതുക, എന്നിട്ട് കപ്പാസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ കോളത്തിൽ എഴുതുക. ഇത്രയാണ് വേണ്ട, ഇത്രയാണ് ശ്രദ്ധിക്കാനുള്ളൂ കേട്ടോ. ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ടോട്ടൽ ചെയ്യാം. അപ്പോൾ ഇവിടെ അടുത്തത് 80 രൂപ 25 പൈസ. $12,84,000. ഫാക്ടറി ഓവർഹെഡ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫാക്ടറി കോസ്റ്റ്, അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റ്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റ്. വർക്ക്സ് കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് എഴുതേണ്ടത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. ഏതെങ്കിലും ഒന്ന് എഴുതിയാലും മതി. നമുക്ക് തന്നിട്ടുള്ള ഏതാണെങ്കിൽ അത് എഴുതിയാലും മതി. ഇവിടെ തന്നിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആണ്. അപ്പോൾ വേണമെങ്കിൽ ആഡ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ആഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഓർ എക്സ്പെൻസസ് എന്തായാലും കുഴപ്പമില്ല. ഇവിടെയും ഓവർഹെഡ് എക്സ്പെൻസസും അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസും നമുക്ക് തന്നിട്ടുള്ളത് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 10 രൂപയാണ്. അതിൽ 50% ഫിക്സഡ് ആണ്. അപ്പോൾ ഞാനിവിടെ എഴുതി അതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഫിക്സഡ് 50% എത്രയാണ്? 10 രൂപയിൽ 50% ആണെങ്കിൽ 5. ഇൻറ്റു എന്ത് ചെയ്യണം? ആദ്യത്തെ നമുക്ക് തന്നിട്ടുള്ള ലെവല്, ആദ്യത്തെ എന്നില്ല തന്നിട്ടുള്ള ലെവല്. അപ്പോൾ എത്രയാണ്? 50,000. അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാ ടോട്ടൽ കോളത്തിലും നമ്മൾ എന്ത് ചെയ്യണം? 50,000 എഴുതി വെക്കണം. 50,000 50,000 50,000. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ആണെങ്കിൽ അതെവിടെ ആദ്യം എഴുതണം? ടോട്ടൽ കോളത്തിൽ ആദ്യം എഴുതണം, എന്നിട്ട് ഡിവിഷൻ ചെയ്യണം. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം 5 രൂപയാണ്. അടുത്തതിൽ 4 രൂപ 17 പൈസ. അപ്പോൾ ഞാനിവിടെ 0 ഇട്ടുന്നുണ്ട്. അടുത്തതിൽ 3 രൂപ 13 പൈസ. 3 രൂപ 13 പൈസ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി വേരിയബിളും ഫിക്സഡ് 50% ആയതുകൊണ്ട് വേരിയബിൾ എത്ര തന്നെ? 50% തന്നെയാണ്. എത്ര രൂപയാണ്? 5 പെർ യൂണിറ്റ്. അപ്പോൾ എന്ത് ചെയ്യണം? 5 പെർ യൂണിറ്റ് ആകുമ്പോൾ എവിടെ എഴുതണം? പെർ യൂണിറ്റിൽ ആദ്യം എഴുതണം. 5 രൂപ 5 രൂപ 5 രൂപ. ഇനി നമ്മൾ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 50,000 തന്നെ, മാറ്റില്ല. ഇവിടെ 12,000 ആയതുകൊണ്ട് 60,000. അപ്പുറത്ത് 80,000, 80,000. ഇത്രയൊക്കെ കഴിഞ്ഞാൽ നമ്മളിതും ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ ഡിവിഷനാണ് കുട്ടികൾ പഠിക്കേണ്ടത്. മനസ്സിലായല്ലോ?
ഇത് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 90, then 90,000, 89.17, 10,70,000. അടുത്ത കോളത്തിൽ 88.38, ലാസ്റ്റ് 14,14,000, 14,40,000. ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഇതിനെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് എഴുതിയിട്ട് പിന്നെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനാണ് ആഡ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടില്ല. അപ്പോൾ ഇത് തന്നെയാണ് ടോട്ടൽ കോസ്റ്റ്. ഒരു എക്സ്പെൻസ് തന്നിട്ടില്ലെങ്കിൽ അതില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കിതിനെ ടോട്ടൽ കോസ്റ്റ്. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ പറഞ്ഞിട്ടുള്ളത് സെല്ലിംഗ് പ്രൈസൊക്കെ എന്താണ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്രിപ്പയർ എ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ആൻഡ് എസ്റ്റിമേറ്റ് ദ പ്രോഫിറ്റ്സ് ഓഫ് ദ കമ്പനി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വെറുതെ 60%-ലും 80%-ലും കോസ്റ്റ് കണ്ടുവയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, എന്ത് കാണണം, അതിൻ്റെ പ്രോഫിറ്റ് കൂടി കണ്ടെത്തണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് എഴുതാനുള്ള സ്പേസ് വിടാം. ഞാനിവിടെ ഇതാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്, പ്രോഫിറ്റ്. അത് എഴുതാനുള്ള സ്പേസ് വിട്ടു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അണ്ടർലൈൻ ചെയ്തു. എന്നിട്ട് എന്തെഴുതി, സെയിൽസ് എഴുതി. ഈ സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. സെയിൽസ് തന്നിട്ടുള്ളത് എത്രയാണ്? സെയിൽസ് തന്നിട്ടുള്ളത് 100 രൂപയാണ്. കപ്പാസിറ്റിയിൽ 100 രൂപയാണ്. 100 രൂപ എന്ന് പറയുമ്പോൾ അവിടെ 10 lakhs വരും. ഇനി 60% കപ്പാസിറ്റിയിൽ അവിടെ പറഞ്ഞിട്ടുള്ളത് സെല്ലിംഗ് പ്രൈസ് 2% ഇൻക്രീസ് ചെയ്യും. 2% ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എത്രയാണ്? 98 രൂപയാണ് വരിക. അപ്പോൾ അവിടെ 98 രൂപ. ദെൻ എന്ത് ചെയ്യണം, അവിടെ 2% ഇൻക്രീസ് ചെയ്യുമെന്ന് പറയുന്ന റോ മെറ്റീരിയൽസ് ആണ്. 2% ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് ഡിക്രീസ് ആണല്ലോ, അതുകൊണ്ടാണ് 98 rupees വന്നത്. ഞാൻ ഇൻക്രീസ് എന്നാണ് പറഞ്ഞത്. ഡിക്രീസ് ചെയ്യുന്നു, റോ മെറ്റീരിയൽസ് ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് 2% ഡിക്രീസ് ചെയ്യും. അതേ റേഷ്യോയിൽ തന്നെ പറഞ്ഞു. അപ്പോൾ അവിടെ 11,76,000. ഇനി അത് 80% കപ്പാസിറ്റിയിൽ വന്നപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നു 5% ആണ്. 5% എന്ന് പറയുമ്പോൾ 100-ൻ്റെ ആണ്. അപ്പം എത്രയാണ്? 5 രൂപ കുറവ് വരും. അപ്പം 95 rupees വരും. ഇവിടെ 95 rupees ആണ് പെർ യൂണിറ്റ് എന്നുണ്ടെങ്കിൽ അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 16,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ടോട്ടൽ കിട്ടും. ദാറ്റ് ഈസ് 15,20,000. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് വളരെ ഫ്രീ ആയിട്ട് അത് കുറച്ചിട്ട് എന്ത് കാണാം? അത് കുറച്ചിട്ട് പ്രോഫിറ്റ് കാണാം. ഇതിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ പ്രോഫിറ്റായി. ഇവിടെ നമുക്കറിയാം, നമുക്ക് തന്നിട്ടുണ്ട് 10 രൂപയാണ് പ്രോഫിറ്റ്. ഇവിടെ 10,000 രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ്. 98-ൽ നിന്ന് 89 രൂപ 17 പൈസ. അപ്പോൾ 8 രൂപ 83 പൈസ വരും. ടോട്ടൽ പ്രോഫിറ്റ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കിട്ടും. എത്രയാണ്? 1,06,000.
അടുത്തത് 88 രൂപ 38 പൈസയാണ് കോസ്റ്റ് വരുന്നത്. സെല്ലിംഗ് പ്രൈസ് 95 ആണ്. 6.62. ടോട്ടൽ പ്രോഫിറ്റ് വരുന്നത് 1,06,000. ടോട്ടൽ പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ ഇവിടെ കുട്ടികൾ ശ്രദ്ധിക്കുക, ഡിഫറെൻറ്റ് ആക്ടിവിറ്റി ലെവലിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? 50% ബിസിനസ് ചെയ്യുമ്പോൾ പെർ യൂണിറ്റ് പ്രോഫിറ്റ് ഏറ്റവും കൂടുതലാണ്. 10,000 രൂപയാണ് നമുക്ക് പ്രോഫിറ്റ്, പക്ഷേ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടുന്നത്. 60% കപ്പാസിറ്റിയിൽ വരുമ്പോൾ അത് 1,06,000 ആണ്. ഇവിടെ 10,000 അല്ല കേട്ടോ, ഇവിടെ 1 lakh ആണ് വരിക. ഇത് 10 lakh ആണ്. 9 lakh ആണ് ഇവിടെ വരുന്നത്, 90,000 അല്ല. ആണ്. ഇവിടെ 10 lakh ആയതുകൊണ്ട് 1 lakh ആണ് വരുന്നത്. അത്ര അധികം വ്യത്യാസം വരില്ല. 1 lakh ആണ്. അപ്പോൾ 50% കപ്പാസിറ്റിയിൽ 1 lakh ആണ് നമുക്ക് വരുന്നത്. ഇവിടെയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ 50% കപ്പാസിറ്റിയിൽ 1 lakh ആണ് ടോട്ടൽ പ്രോഫിറ്റ്. 60% കപ്പാസിറ്റിയിലും 80% കപ്പാസിറ്റിയിലും ടോട്ടൽ പ്രോഫിറ്റ് ഒരേ പ്രോഫിറ്റാണ് വരുന്നത്. പക്ഷെ പെർ യൂണിറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ഉള്ളത് 50%-നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഹൈ പ്രോഫിറ്റബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന 60% കപ്പാസിറ്റി. അപ്പോൾ ഓരോ കപ്പാസിറ്റിയിൽ നമുക്ക് വ്യത്യാസം വരുന്ന റേറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ മെറ്റീരിയലിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റിൽ വ്യത്യാസം വരാം. പിന്നെന്താണ്, സെല്ലിംഗ് പ്രൈസിൽ മാറ്റം വരാം. പിന്നെ ഓരോന്നിലും ഓരോ കോസ്റ്റിലും ചേഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 1 lakh ആണ് പ്രോഫിറ്റ് ഇടാം, അത് ശ്രദ്ധിക്കുക കുട്ടികൾ. 1 lakh ആണ് പ്രോഫിറ്റ്. അടുത്തതിൽ 1,06,000. 60% കപ്പാസിറ്റിയിലും 80% കപ്പാസിറ്റിയിലും പ്രോഫിറ്റ് സെയിം ആണ്. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ, അരിത്തമെറ്റിക്കൽ അക്യുറസി കുട്ടികളൊന്ന് ചെക്ക് ചെയ്യണം, വീട്ടിൽ ചെയ്ത് നോക്കണം, നോട്ടിലേക്ക് പകർത്തണം. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 412 412 ഇല്ലസ്ട്രേഷൻ 12 ആണ്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. ഫോളോയിങ് ആർ ദ ബഡ്ജറ്റഡ് എക്സ്പെൻസസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് 10,000 units ഓഫ് എ പ്രോഡക്റ്റ്. ഇതിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് തന്നിട്ടുണ്ട്. മെറ്റീരിയൽസിന് 75 രൂപ, ലേബർ 15 രൂപ, വേരിയബിൾ ഓവർ ഹെഡ് 20 രൂപ, ഫിക്സഡ് ഓവർ ഹെഡ് 1,00,000 രൂപയാണ്. അതിന് പെർ യൂണിറ്റ് 10 രൂപ. 10,000 ആയതുകൊണ്ടാണ് 10 രൂപ വന്നത്. ഡയറക്റ്റ് എക്സ്പെൻസസ് വേരിയബിളാണ് 10 രൂപ. സെല്ലിംഗ് എക്സ്പെൻസ് 12 രൂപയാണ്, അതിൽ 10% ഫിക്സഡ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് 20% ഫിക്സഡ് ആണ്. ടോട്ടൽ എമൗണ്ട് പെർ യൂണിറ്റ് 8 രൂപ. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 60,000 രൂപ, 6 രൂപയാണ് പെർ യൂണിറ്റ് ഉള്ളത്. ഇത്രയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ഈ 60,000 എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും കേട്ടോ, ഫിക്സഡ് ആയിരിക്കും. പ്രിപ്പയർ എ ബഡ്ജറ്റ് ഫോർ 6,000 units ആൻഡ് 8,000 units. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ആർ ഫിക്സഡ് ഫോർ ഓൾ ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ. ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലും ഒരു നല്ല ക്വസ്റ്റ്യൻ തന്നെയാണ്. പെർ യൂണിറ്റ് യൂസ് ചെയ്യണം, കാരണം ഇതിൽ പെർ യൂണിറ്റിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ പെർ യൂണിറ്റ് കോളം കൂടി നമുക്ക് ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ 6,000 യൂണിറ്റ്, 8,000 യൂണിറ്റ്സ്, 10,000 യൂണിറ്റ്സ് ആണ്. നമുക്ക് തന്നിട്ടുള്ള യൂണിറ്റ്സ് 10,000 ആണ്. അത് ഏറ്റവും അവസാനം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം എഴുതണം എന്ന് നിർബന്ധമില്ല. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു ഹയറാർക്കി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് 10,000 അവസാനം എഴുതിയിട്ടുള്ളത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മെറ്റീരിയൽസ്. മെറ്റീരിയൽസിന്
ചേഞ്ചസ് ഒന്നുമില്ല, 75 രൂപയാണ്. അപ്പോൾ നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വേണമെങ്കിൽ ഇനി ഡെസിമൽ വന്നു കഴിഞ്ഞാൽ അതിനും കൂടി എഴുതാം. പെർ യൂണിറ്റിൽ എഴുതി വെച്ചു. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെ 10,000 ആദ്യം ഉണ്ടോ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. ഇതൊരു ശീലം, ഇങ്ങനൊരു മെത്തേഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൽ ബുദ്ധിമുട്ട് വരില്ല. അതായത് വേരിയബിൾ എപ്പോഴും പെർ യൂണിറ്റിൽ എഴുതുക. അത് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമാവില്ല. ലേബറും ഡയറക്റ്റ് എക്സ്പെൻസ് 15 രൂപയാണ്. അപ്പോൾ അതും ഇതുപോലെ ആദ്യം പെർ യൂണിറ്റിൽ എഴുതി വയ്ക്കുക. ഇതിനെന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. 90,000, 1,20,000, ലാസ്റ്റ് 1,50,000. ഇനി ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഇത് രണ്ടും എല്ലാ ക്വസ്റ്റ്യനിലും ഉണ്ട്. ഇതിൽ ഡയറക്റ്റ് എക്സ്പെൻസ് കൂടിയുണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസ് 10 രൂപയാണ്. അപ്പോൾ അതും പെർ യൂണിറ്റിൽ ആദ്യം എഴുതുക. പെർ യൂണിറ്റിൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 60,000. ഇവിടെ 80,000. ഇവിടെ 1,00,000. ഇത്ര എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രൈം കോസ്റ്റ് എല്ലാ ഐറ്റംസായി 3 ഐറ്റമാണ് വരിക. അതിൽ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് കൂട്ടിയിടാം നമുക്ക്. ഇവിടെ 100 രൂപ ടോട്ടല്. ഇവിടെയും 100 രൂപയിലും പെർ യൂണിറ്റിൽ മാറ്റം വരില്ല. ഇവിടെയും 100 രൂപ. ഇവിടെ 10 lakhs. അത് നമുക്ക് പേര് കൊടുക്കാം, പ്രൈം കോസ്റ്റ്. അപ്പോൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൈമറി ആയിട്ടുള്ള ഐറ്റംസ് കൂട്ടുമ്പോൾ കിട്ടുന്നതാണ്, ഡയറക്റ്റ് ഐറ്റംസ് കൂട്ടുമ്പോൾ കിട്ടുന്നതാണ്. ഞാനത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഇനി പറയേണ്ട കാര്യമില്ല. അതിനോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം? ഫാക്ടറി ഓവർ ഹെഡ്സ് ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ആഡ് എന്നൊന്നും എഴുതണ്ടല്ലോ. ഫാക്ടറി ഓവർ ഹെഡ്സ് എന്നോ എക്സ്പെൻസസ് എന്നോ പറയാം, കുഴപ്പമില്ല. ഫാക്ടറി ഓവർ ഹെഡ്സ് കോളം കൊടുക്കുക. ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫാക്ടറി ഓവർ ഹെഡ്സ് നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? വേരിയബിൾ കഴിഞ്ഞാൽ പിന്നെ ഫിക്സഡ് ഓവർ ഹെഡ്, ദെൻ ഡയറക്റ്റ് എക്സ്പെൻസ് വേരിയബിൾ. അപ്പോൾ ഫിക്സഡ് ഓവർ ഹെഡ് 1 lakh എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ട് ഫിക്സഡ് ഓവർ ഹെഡ് 1 lakh എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഫാക്ടറി ഓവർ ഹെഡിൻ്റെ താഴെ നമുക്ക് ഫിക്സഡ് ഓവർ ഹെഡ് എന്ന് പറയാം. 1 lakh ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം? ഫിക്സഡ് ആയതുകൊണ്ട് ഏത് കപ്പാസിറ്റിയിലും ഏത് ലെവലിലും അല്ലെങ്കിൽ എല്ലാ ലെവലിലും സെയിം എമൗണ്ട് 1 lakh എഴുതി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ യൂണിറ്റ്സ് കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആദ്യത്തേൽ വരുന്നത് 16.67 ആണ്, 16.67, then 12.50, then 10. ഇനി നമുക്ക് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? വാരി ചെയ്യുന്നതാണ്. വേരിയബിൾ നമുക്ക് വേരിയബിൾ ഓവർ ഹെഡ് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്, 20 രൂപയാണ്. അപ്പോൾ പെർ യൂണിറ്റിൽ എഴുതി 20 രൂപ. എല്ലാ പെർ യൂണിറ്റിലും ആദ്യം എഴുതി, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെ ആദ്യം 1,20,000, അടുത്ത് 1,60,000,
ഇത്രയായി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അത് അണ്ടർലൈൻ ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ $136.67, 8,20,000, 132.50, 10,60,000, 130, 13 lakhs. അപ്പോൾ ഇതിനെ നമുക്ക് ഫാക്ടറി ഓവർ ഹെഡ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റ് രണ്ടും പറയാവുന്നതാണ്. ഇതാണ് ഫാക്ടറി കോസ്റ്റ്. ഇതിനടുത്തത് ഫാക്ടറി കോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമുക്ക് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡാണ്. അത് തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ഒരു ഐറ്റം തന്നിട്ടുള്ളൂ. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, അതിൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് തന്നിട്ടുള്ള കുട്ടികൾ ശ്രദ്ധിക്കുക. നമുക്ക് പെർ യൂണിറ്റിൽ 6 രൂപ തന്നിട്ടുണ്ടെങ്കിൽ കൂടി ബ്രാക്കറ്റിൽ 60,000 ആണ്. ബ്രാക്കറ്റിൽ 60,000 തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഫിക്സഡ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ എല്ലാ ടോട്ടൽ കോളത്തിലും നമ്മൾ എഴുതുക ഫിക്സഡ് ആണ്. ഇനി എന്ത് ചെയ്യുക, അതിനെ ഡിവൈഡ് ചെയ്യുക. ഈ 60,000 ആദ്യം 6,000 ആയതുകൊണ്ട് 10, അടുത്ത കോളത്തിൽ 7 രൂപ 50 പൈസ, അടുത്ത കോളത്തിൽ 6 രൂപ. അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ ഏറെക്കുറെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അത് ആഡ് ചെയ്യുക, താഴത്തേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് കിട്ടുക. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 146.67, 8,80,000, then 140, then 11,20,000, 136, and 13,60,000. അതിന് പേര് കൊടുക്കുക. പേര് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആണ്. ഇവിടെ ഇത് രണ്ടും സെപ്പറേറ്റ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം സെല്ലിംഗ് എക്സ്പെൻസ് ആണ് ആഡ് ചെയ്യേണ്ടത്. ആഡ്, നമുക്ക് ബോർഡിൽ സ്ഥലം തികയോ എന്നുള്ളത് അറിയില്ല. സെല്ലിംഗ് എക്സ്പെൻസ് ഞാനിവിടെ സ്പേസ് ലാഭിക്കാൻ വേണ്ടി ഫിക്സഡ് ഇവിടെ എഴുതുന്നുണ്ട്. ഏതായാലും ഒരു ക്വസ്റ്റ്യൻ ചെയ്തതല്ലേ. ഫിക്സഡ് 10% ആണ്. 10% എന്ന് പറയുമ്പോൾ ഇവിടെ സെല്ലിംഗ് എക്സ്പെൻസ് കുട്ടികൾ ശ്രദ്ധിക്കുക 12 രൂപയാണ്. 12 രൂപയിൽ ഫിക്സഡ് എന്ന് പറയുന്നത് 10%. അപ്പോൾ 1 രൂപ 20 പൈസ. അപ്പോൾ 1 രൂപ 20 പൈസ ഫിക്സഡ് ഉള്ള 6,000 യൂണിറ്റിനാണ് അല്ലേ. അപ്പോൾ 1/20 നമ്മൾ എന്ത് ചെയ്യണം, സെല്ലിംഗ് എക്സ്പെൻസ് 10% ഫിക്സഡ് 12 രൂപയുടെ 10% ഫിക്സഡ് പറഞ്ഞിട്ടുള്ളത്. ദെൻ 1.20 ആണ് വരിക, 1.20 വരിക. 1.20 വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, 10,000 കൊണ്ട് 10,000 ആണ് അതിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 12,000 ആണ് ടോട്ടൽ എമൗണ്ട് വരിക അല്ലേ.
അപ്പോൾ 12,000 അതിൻ്റെ ഫിക്സഡ് കോസ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ടോട്ടലിൽ എഴുതി വയ്ക്കുക 12,000. അപ്പോൾ ഇവിടെ നമുക്ക് 12 തന്നെ എഴുതാം, പെട്ടെന്ന് തന്നെ എഴുതാം. എന്താ കാരണം? ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഗിവൺ എന്ന് പറയുന്നത് 10,000 ആണ്. ഇവിടെയൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യണം. ഒരു 12,000 ആയതുകൊണ്ട് ഇവിടെ 6,000 ആയതുകൊണ്ട് 2 രൂപ, അവിടെ 8,000 ആയതുകൊണ്ട് 1 രൂപ 50 പൈസ. ഇനി വേരിയബിൾ എന്ന് പറയുന്നത് 10% കഴിഞ്ഞാൽ ബാക്കി 90%. അപ്പോൾ 1.20 കഴിഞ്ഞാൽ ബാക്കിയുള്ള എത്രയാണ്? 10 രൂപ 80 പൈസ വേരിയബിളാണ്. അപ്പോൾ 10 രൂപ 80 പൈസയാണ് വേരിയബിൾ. അത് നമുക്ക് ആദ്യം തന്നെ എല്ലാ കോളത്തിലും എഴുതി വയ്ക്കാം. 10.80, 10.80, 10.80. ഞാനിവിടെ നേരത്തെ 12 എഴുതിയത് 1.20 10.80. ഇനി അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 64,800, 86,400, then 1,08,000. ഇനി ഇത് മറ്റേ ആഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം എന്താ വെച്ചാൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഒന്നിച്ചാണ് അല്ലേ. അപ്പം ഞാൻ ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട് ആഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, അതിൻ്റെ ഫിക്സഡ്. ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് പറഞ്ഞിട്ടുള്ള കുട്ടികൾ വീണ്ടും ക്വസ്റ്റ്യൻ നോക്കുക. 8 രൂപയാണ്. 8 രൂപയുടെ 20% ആണ് ഫിക്സഡ്. അപ്പോൾ 8 രൂപയുടെ 20% എന്ന് പറഞ്ഞാൽ 10% 80 പൈസ, 20% എന്ന് പറയുമ്പോൾ 1 രൂപ 60 പൈസ. അതാണ് ഫിക്സഡ്. 1 രൂപ 60 പൈസ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിട്ടുള്ള ഗിവൺ ക്വാണ്ടിറ്റി ഉണ്ട്, എന്താണ് ഗിവൺ ആയിട്ടുള്ള 10,000 യൂണിറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഗിവൺ ലെവൽ ഓഫ് ആക്ടിവിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഗിവൺ ആക്ടിവിറ്റി 1 രൂപ 60 പൈസ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16,000 രൂപ കിട്ടും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? ഫിക്സഡ് എല്ലാ കോളത്തിലും 16,000 എഴുതി വയ്ക്കുക. 16,000, 16,000, 16,000. ഇനി ഡിവൈഡ് ചെയ്യുക. ഇവിടെ നമുക്ക് ഇപ്പോൾ തന്നെ എഴുതി വയ്ക്കുക എത്രയാണ്? 1 രൂപ 60 പൈസയാണ് അല്ലേ. ഇനി മറ്റുള്ളവർത്തൊക്കെ ഡിവൈഡ് ചെയ്ത് എഴുതുക. ഇവിടെ 2 രൂപ 67 പൈസ, ഇവിടെ 2 രൂപ. ഇനി എന്ത് ചെയ്യുക? വേരിയബിൾ. നമുക്ക് 8 രൂപയിൽ 1.60 വേരിയബിൾ എങ്കിൽ ബാക്കിയുള്ള 6 രൂപ 40 പൈസ എന്താണ്? 8 രൂപയിൽ 1.60 ഫിക്സഡ് എങ്കിൽ 8 രൂപയാണ് ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ്. അതിൽ 1 രൂപ 60 പൈസയാണ് ഫിക്സഡ്. അങ്ങനെയാണ് 16,000 നമുക്ക് കിട്ടിയത് അല്ലേ. 1.60 8-ൽ നിന്ന് കുറച്ചാൽ ബാക്കിയുള്ള 6.40 വേരിയബിൾ. അപ്പോൾ എന്ത് ചെയ്യുക? 6.40 എവിടെ എഴുതി വയ്ക്കുക? എല്ലാ പെർ യൂണിറ്റിലും എഴുതി വയ്ക്കുക. എന്നിട്ട് ടോട്ടലിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 38,400, 38,400, 51,200, then 64,000. ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ എഴുതാനുള്ളതൊക്കെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ, അതായത് ഫിക്സഡ് സെല്ലിംഗ് എക്സ്പെൻസും ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസും 4 ഐറ്റംസ് എഴുതി. അതായത് ഓരോന്നിലും വേരിയബിളും ഫിക്സഡും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതി. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് അത് ആഡ് ചെയ്ത് എഴുതാം. ടോട്ടൽ കോസ്റ്റ് കിട്ടും നമുക്ക് 168.54. $10 lakh 11,200, 160.70, then 12,85,600, 12,85,600,
85,600. Then 156. Last 15,60,000. അതിന് നമുക്ക് എന്ത് പേര് കൊടുക്കാം? ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ഇവിടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് വലിയ ക്വസ്റ്റ്യനാണ്. നേരത്തെ ക്വസ്റ്റ്യനും നേരത്തെ നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യനും വലിയ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ ഈ ഫിക്സഡ് ആൻഡ് വേരിയബിൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ 10% ഫിക്സഡ്, അപ്പോൾ 90% വേരിയബിൾ എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇവിടെ ഇത് 1.2 ഫിക്സഡ് ആണ് പെർ യൂണിറ്റിൽ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗിവൺ ലെവൽ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ടാണ് അത് ആ എമൗണ്ട് ഇവിടെ എഴുതുന്നത്. അപ്പോൾ ഫിക്സഡും വേരിയബിളും കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പഠിക്കേണ്ട ഒരു പോയിൻ്റാണ്. എഴുതുന്നത് ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ്. അതായത് ഫിക്സഡ് ആണെങ്കിൽ ടോട്ടൽ കോളത്തിൽ ആദ്യം എഴുതിയിട്ട് വേണം പെർ യൂണിറ്റിലേക്ക് നമുക്ക് ഡിവൈഡ് ചെയ്ത് എഴുതാൻ. വേരിയബിൾ ആണെങ്കിൽ പെർ യൂണിറ്റിൽ ആദ്യം എഴുതിയിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടലിലേക്ക് എഴുതാൻ. അപ്പോൾ അവിടെ 3 കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. 1, 2 ഫ്ലെക്സിബിളിൽ എന്ത് ചെയ്യുക? ഓരോ എക്സ്പെൻസസും ഫിക്സഡും വേരിയബിളായിട്ട് ഡിവൈഡ് ചെയ്യുക. പിന്നീട് ഗിവൺ ലെവൽ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അത് ഫിക്സഡിൻ്റെ ടോട്ടൽ കോളങ്ങളിൽ എഴുതുക, അല്ലെങ്കിൽ വേരിയബിളിൻ്റെ പെർ യൂണിറ്റ് കോളങ്ങളിൽ എഴുതുക. എന്നിട്ട് മാത്രം ടോട്ടൽ കോളത്തിലേക്കോ പെർ യൂണിറ്റിലേക്കോ മാറ്റി മൾട്ടിപ്ലൈ ചെയ്തിട്ടോ തിരിച്ചിട്ടോ എഴുതുക. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നിൻ്റെയും ടോട്ടൽ കോസ്റ്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ കോസ്റ്റ് കണ്ടു. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്യാഷ് ബഡ്ജറ്റ് പോലെ തന്നെ. അപ്പോൾ BBA കുട്ടികളുടെ സിലബസിൽ മാത്രമേ ഈ വർഷം ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഉള്ളൂ. BCom കുട്ടികൾക്ക് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പഠിക്കാനില്ല കേട്ടോ. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യണം? വളരെ കെയർ ചെയ്തിട്ട് തന്നെ ഇത് പഠിക്കണം. എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. താങ്ക് യു.